തിരുവനന്തപുരം വിതുരയിൽ യുവതിയെ കഴുത്തു ഞെരിച്ചു കൊന്നു. വിതുര സ്വദേശി സുനിലയാണ് കൊല്ലപ്പെട്ടത്. സുഹൃത്ത് അച്ചുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വനത്തിൽ നിന്നാണ് സുനിലയുടെ മൃതദേഹം കണ്ടെത്തിയത്. സുനിഷ അയിലൂരുണ്ട് വിവരങ്ങളുമായി. സുനിഷ, എന്താണ് സംഭവിച്ചത്? ആര്യ, വിതുരയിൽ കഴിഞ്ഞ ദിവസം കാണാതായ 22 വയസ്സുകാരി സുനിലയുടെ മൃതദേഹമാണ് ഇന്ന് വനത്തിൽ ആളൊഴിഞ്ഞ ഒരു കെട്ടിടത്തിൽ വെച്ച് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു സുനിലയെ കാണാതാകുന്നത്. പിന്നാലെ തന്നെ ഭർത്താവ് പാലോട് പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ സുനിലയ്ക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഇന്ന് മൃതദേഹം കണ്ടെത്തുന്നത്. അതിനിടയിൽ തന്നെ ഈ ഒരു സുഹൃത്തുമായി സുനില യാത്ര ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കുകയും സുഹൃത്തിന്റെ കൂടെ പോയതിനു പിന്നാലെ ഈ സുഹൃത്തിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കുകയും ചെയ്തു. അതിനിടയിലാണ് അച്ചു എന്ന സുഹൃത്തിനൊപ്പമാണ് സുനില പോയത് എന്ന് കണ്ടെത്തിയത്. പിന്നാലെ തന്നെ അന്വേഷണം അച്ചുവിലേക്ക് കടക്കുന്നു. ഇന്ന് വൈകിട്ടോടു കൂടിയാണ് പാലോട് പോലീസ് അച്ചുവിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ വരുന്നത്. താൻ ഈ സുനിലയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാണ് എന്നതാണ് ആദ്യ ചോദ്യം ചെയ്യലിൽ ഈ അച്ചു പറഞ്ഞിരിക്കുന്നത് തങ്ങൾ പ്രണയത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ തനിക്ക് ഈ സുനിലയെ ലഭിക്കുന്നില്ല എന്ന് കരുതിയപ്പോൾ സുനിലയെ കൊല്ലാനും പിന്നീട് സ്വയം മരിക്കാനും ഉള്ള ഒരു തീരുമാനത്തിലേക്കായിരുന്നു. അങ്ങനെ സുനിലയെ കഴുത്ത് ഞെരിച്ചു കൊല്ലുകയും പിന്നീട് അച്ചു ആത്മഹത്യക്ക് ശ്രമിക്കുകയുമായിരുന്നു എന്നതാണ്. ഏതായാലും ഇപ്പോൾ പാലോട് പോലീസ് വിതുര പോലീസിന് അച്ചുവിനെ കൈമാറിയിട്ടുണ്ട്. ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലിൽ മാത്രമേ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് നാളെയോടുകൂടി കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആര്യ, ശരി. തിരുവനന്തപുരം വിതുരയിൽ യുവതിയെ കഴുത്ത് ഞെരിച്ച് കൊന്നു. വിതുര സ്വദേശി സുനിലയാണ് കൊല്ലപ്പെട്ടത്. സുഹൃത്ത് അച്ചുവിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. വിവരങ്ങളാണ് സുനിഷ നൽകിയത്.